കൂടിയ ബ്രാൻഡ് തന്നെ എടുത്തു അപ്പാപ്പ. പിന്നെ ആ ടിവിയുടെ സൗണ്ട് കുറച്ച് കൂട്ടി വെക്കി. ഡിറ്റക്റ്റീവ് ക്രാംബോ, ഈ വെയർ ഹൗസിൽ നടന്ന ഷൂട്ടൗട്ടിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇവിടുത്തെ വെപ്പൺസ് മാർക്കറ്റ് ചെയ്യുന്ന കാപ്പച്ചീനോനെ തന്നെയാണോ അയാൾ കൊല്ലാൻ വന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. കാപ്പച്ചീനോനെ തന്നെയാണ് അയാൾ കൊല്ലാൻ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയൂല. ചിലപ്പോൾ ഗ്യാങ് ആയിട്ട് അയാൾ വന്ന് ഷൂട്ടൗട്ട് നടത്തുകയാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നില്ല. വേറൊന്നും കൂടി വഴി. പിന്നെ ആ ടി വി ഒന്ന് ഓഫാക്കി വെച്ചോ. സമയം തെറ്റുന്നു. ഞാൻ പോലീസാണെന്ന് കട്ടിലിരിക്കട്ടെ. ഏത് ബ്രാൻഡ് വേണ്ടത്? അവൻ കുടിക്കുന്ന അതേ ബ്രാൻഡ് മതി. എന്തൊക്കെ നാട്ടിൽ നടക്കണ അല്ലേ? ഇന്ന് രാവിലെ തന്നെ ഒരു വെയർ ഹൗസിൽ ഷൂട്ടൗട്ട് നടന്നു. ആരാനെ കൊന്നാലും എനിക്കെന്താ? ഈ പോലീസ് ഓഫീസർ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ വെള്ളം ഓടിക്കുന്നത് തെറ്റല്ലേ? ഞാനൊരു ഡിറ്റക്റ്റീവാ. എൻ്റെ നിയമങ്ങൾക്ക് കുറച്ച് വ്യത്യാസമാണ്. ഞാൻ പോലീസാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കുറച്ച് മുമ്പ് ടി വിയിൽ കണ്ടതേ ഉള്ളൂ. എൻ്റെ പേര് ഡിറ്റക്റ്റീവ് ക്രാംബോ. പിന്നെ നിൻ്റെ പേരെന്താ? ജാക്ക്. ജാക്ക്, നീ രാവിലെ ബേക്കർ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള വെയർ ഹൗസിൽ എന്താ നടന്നെന്നറിഞ്ഞോ? അതിപ്പോൾ ആർക്കും അറിയാത്തത്? ശരിക്കും എനിക്കെന്താ അറിഞ്ഞത് എന്ന് പറഞ്ഞേ. നമുക്ക് ഈ നുഴഞ്ഞു കയറ്റെല്ലാം അങ്ങോട്ട് നിർത്തിയാലോ? എനിക്കെന്താ അറിയാം, അതാദ്യം പറഞ്ഞേ. എനിക്കിപ്പോൾ എന്താ അറിയാം? എനിക്കിപ്പോൾ അറിയുന്നത് ബേക്കർ സ്ട്രീറ്റിനകത്തുള്ള വെയർ ഹൗസ് കാപ്പച്ചീനോൻ്റെയാണ്. അവിടെ രാത്രി ആരോ ഇടിച്ചു കയറി അവിടെയുള്ള എല്ലാവരെയും കൊന്നു. അവൻ്റെ ഹൈ പെർഫോമൻസ് കാറുമുണ്ട്, ഗോൾഡൻ ബുള്ളറ്റ്സ് ഉള്ള ഗണ്ണുമുണ്ട്. പിന്നെ അതുമല്ലാതെ ഈ ബാറിന് നേരെയുള്ള വെയർ ഹൗസും അതും കാപ്പച്ചീനോൻ്റെയാണ്. അതിൽ നോക്കിയപ്പോൾ അവിടുത്തെ ജനാലുകളൊക്കെ പൊട്ടിയിട്ടുമുണ്ട്. പിന്നെ ഈ ബാറിന് മുമ്പത്ത് ഒരു ഹൈ പെർഫോമൻസ് കാറും കിടക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ ബുള്ളറ്റ്സ് ഇത് നിൻ്റെ ആയിരിക്കും അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നീ ഒരുമിച്ച് കണ്ടുപിടിച്ചോ? കില്ലാടി എന്നെ നീ. വേറൊന്നും കൂടി വഴി. അതിന് കാരണം എന്താണെന്നറിയോ? എനിക്ക് തീരെ ബുദ്ധിയില്ല. ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞില്ലേ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കാണ് തീരെ ബുദ്ധിയില്ലാത്തത്. നീ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാളിനെ കൂടെ കൊണ്ടുവരായിരുന്നു. ഒറ്റയ്ക്ക് വന്നത് തെറ്റായിക്കുമ്പോൾ എനിക്കിതാ ഇതുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ രണ്ടാള്? അത് ശരി. നല്ലൊരു കണ്ണാണല്ലോ അത്. എനിക്ക് എൻ്റെ ആണോ? ഞാനങ്ങനെ കാണാനാ?
നിന്റെ ഗണ്ണ് എൻ്റെ തലയുടെ സൈഡിലല്ലേ വെച്ചിരിക്കുന്നത്. നീ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ആ കുഴപ്പമില്ല, പക്ഷെ എൻ്റെയാണ് വലുത്. രണ്ടെണ്ണം ഉണ്ട്. നീ എന്തിനാ കാപ്പച്ചീനോനെ കൊല്ലാൻ നോക്കുന്നേ? അത് എനിക്കറിയേണ്ട കാര്യം, നിനക്കറിയാതിരിക്കേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു നീ കാപ്പച്ചീനോനെ കൊല്ലാൻ നടക്കുന്നത് അയാൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. വെപ്പൺസും ലഹരിയും മാർക്കറ്റ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ, അല്ലേ? ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നെയൊക്കെ കൊല്ലുക തന്നെ വേണം. ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. എനിക്ക് സഹായം ആവശ്യമില്ല. സഹായിക്കാൻ വന്നിരിക്കുന്നു. ഡിറ്റക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും നീ സഹായം വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ഈ ക്യാപ്പച്ചീനോ കേസുമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. എന്തൊക്കെ എവിഡൻസ് കൊണ്ടുവന്നാലും അവൻ്റെ ലോയേഴ്സ് അവനെ പുറത്തിറക്കും. കാരണം അത്രയ്ക്കും പൈസ ഇറക്കുന്നുണ്ട് അവൻ. ഞാൻ നിന്നെപ്പോലെ ആയിരുന്നില്ല. അവൻ്റെ വെയർ ഹൗസിക്ക് നടന്നുപോയി അവൻ്റെ തലമണ്ടി ഗണ്ണ് വെച്ച പൊട്ടിച്ചാനവരണം. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാനൊരു ഡിറ്റക്റ്റീവ് ആയി പോയില്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ അഡ്രസ്സിലേക്ക് പോവാ. അവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്. അവിടെയാണ് എപ്പോഴും ക്യാപ്പച്ചീനോ വന്നു പോവാ. നീ അവിടെ പോയിട്ട് എന്താ വെച്ചാൽ ചെയ്തോ. എനിക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആളുമല്ല. ഞാൻ നിന്നെ ഇപ്പോൾ വിലയ്ക്ക് വാങ്ങി. നീ എന്തായാലും ക്യാപ്പച്ചീനോനെ കൊല്ലാൻ തന്നെയല്ലേ പോകുന്നത്. ഞാനൊന്ന് സഹായിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. നോക്ക, നീ ക്യാപ്പച്ചീനോനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ മീഡിയാസിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ എവിഡൻസിനെയൊക്കെ നശിപ്പിച്ചും കളയാം. ഇതൊന്നും നീ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ വെയർ ഹൗസിൽ നടത്തിയ ഷൂട്ട് ഔട്ടിനെ പറ്റിയിട്ടുള്ള എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് അകത്തിടാം. നിനക്ക് അത്രയ്ക്കൊക്കെ ധൈര്യമുണ്ട്? എന്താന്ന് എനിക്ക് സംശയമുണ്ടോ ക്യോപ്പീൻ? സംശയം ഉണ്ടെങ്കിൽ നീ എന്താ മാറ്റിത്തരുമോ? ഞാനൊരു പോലീസുകാരനാണ്. താനെ തോക്ക് താഴെ വെക്കി. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വിശ്വസമില്ല. നിങ്ങൾ തോക്ക് താഴെ വെക്കി വേഗം തന്നെ. ക്ഷമിക്കണോ അപ്പൂപ്പ, ആദ്യം ഇയാളാ തുടങ്ങി വെച്ചത്. ശരി ശരി ശരി, ഞാൻ മെല്ലെ തോക്ക് താഴേക്കാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. മനസ്സിലായോ? മനസ്സിലായില്ലേ? പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇറങ്ങിപ്പോവാ. കോർബിൻ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എനിക്ക് വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. പുറത്തിറങ്ങിപ്പോ, അത് തന്നെ വലിയ സഹായമാണ്. ഇപ്പം ബുദ്ധി ഉണ്ടല്ലേ. ഇതാ ഞാൻ കുടിച്ചതിൻ്റെ കാശ്. ഞാനെന്തോ ബാത്റൂമിൽ പോയിട്ട് വരാം കേട്ടോ. ഉടനെ വരാം. വേണ്ടേ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എൻ്റെ പൊന്നോ. Shadow Bean, you're too late. ഡബിളായിട്ട് ഫ്ലഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു വട്ടമല്ലേ ഫ്ലഷ് ചെയ്തോളൂ. ആർക്കറിയാം, അങ്ങനെ അത് മാറ്റാനായി. നമ്മളെവിടെയും വെച്ച് കണ്ടുമുട്ടിട്ടുണ്ടോ? ആരാണ് ഷാഡോ ബീൻ? നീ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് വരികയാണല്ലോ. ആരാണ് ഷാഡോ ബീൻ?
നീ കിടന്ന് അലറിൻ്റെ ആവശ്യമില്ല, ഞാൻ അടുത്ത് തന്നെയല്ലേ നിൽക്കണത്. മര്യാദയ്ക്ക് പറ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും ഞാൻ. നീ എന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാനാ? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല. ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എന്നെ ഞാൻ ഒരു ദിവസം പിടിക്കും. ആഗ്രഹങ്ങൾ നല്ലതാണ് കുട്ടാ.